നമസ്കാരം. കാണാത്തതും കേൾക്കാത്തതും. എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്ത കാലത്തോളം എന്നത് ഏറെ മലയാളികൾക്ക് പരിചിതമായ മൊഴിശകലം. അതിനേക്കാൾ കരളുറപ്പോടെ ഇവിടുത്തെ മാർത്തോമ ക്രൈസ്തവർക്കും പറയാം, തോമാസ് ശ്ലീഹ കേരളത്തിൽ തങ്ങളുടെ പൂർവികരെ സുവിശേഷം അറിയിച്ചു എന്ന കാര്യത്തിൽ തങ്ങൾക്ക് സംശയമേ ഇല്ലെന്ന്. ഇക്കാര്യത്തിൽ ചരിത്ര പണ്ഡിതരെന്ന് ഭാവിക്കുന്ന വല്ലവരുടെയും നിഷേധത്തെ തങ്ങൾ ഗൗനിക്കുന്നേ ഇല്ല എന്നും, ശ്ലീഹായുടെ വരവിനെ തള്ളിപ്പറഞ്ഞ് വെള്ളിക്കാശ് നേടാൻ ആഗ്രഹിക്കുന്ന വല്ലവരും തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായാലും ഈ സമൂഹം ചഞ്ചലപ്പെടേണ്ടതില്ല. തോമാസ് ശ്ലീഹായുടെ മൈലാപ്പൂരിലെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വാർഷികമാണ് ഇപ്പോൾ. അത് പറയാൻ 1/2 കോടിയിലേറെ വരുന്ന മാർത്തോമ ക്രൈസ്തവർക്ക് 2 സഹസ്രാബ്ദത്തിൻ്റെ ദൃഢതയുള്ള വിശ്വാസമുണ്ട്. അതിനപ്പുറം അവർക്ക് വിമർശകരുടെ പിന്തുണയോ ചരിത്ര പണ്ഡിതരുടെ കയ്യൊപ്പോ ആവശ്യമില്ല. തോമാചരിതം നിഷേധിക്കുന്നത് പണ്ഡിത ഭാവക്കാരോ അബദ്ധ വിശ്വാസികളോ ആനയെ ഇളക്കി വിട്ടാൽ ആനയോളം വമ്പത്തരം നേടാമെന്ന് കരുതുന്ന യൂട്യൂബ് പിള്ളകളോ ആകട്ടെ, മാർത്തോമ ക്രൈസ്തവർക്ക് അതിനെ അവഗണിക്കാം. അത്തരക്കാർ അംഗീകരിച്ചാൽ എന്ത്, ഇല്ലെങ്കിലെന്ത്? ശ്ലീഹ വന്നതും ഇവിടെയുള്ള പലരെയും ജ്ഞാനസ്നാനപ്പെടുത്തിയതും ക്രൈസ്തവർക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ. വിമർശകരും നിഷേധകരും ആശ്രയിക്കുന്ന ഇവിടുത്തെ ചരിത്ര പണ്ഡിതരെക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ പഠനം നടത്തിയിട്ടുള്ള ക്രൈസ്തവ സഭാചരിത്ര പണ്ഡിതന്മാരുണ്ട്. ഈ നാട്ടിലെ ഗവേഷകർക്ക് കിട്ടാത്ത വൈദേശിക രേഖകൾ പഠിച്ചവരുണ്ട്. ഇവിടെയുള്ളവർ കണ്ടിട്ടില്ലാത്തത്ര ചരിത്ര രേഖകൾ ക്രൈസ്തവ സഭയുടെ ചരിത്ര ഭണ്ഡാകാരത്തിലുണ്ട്. അവയും ഇതര രേഖകളും സാഹചര്യ തെളിവുകളും നന്നായി അപഗ്രന്ഥിച്ചു തന്നെയാണ് റവറൻഡ് ഡോക്ടർ പ്ലാസിഡ് പൊടിപ്പാറയും റവറൻഡ് ഡോക്ടർ സേവ്യർ കൂടപ്പുഴയും പോലെയുള്ള സഭാചരിത്ര പണ്ഡിതർ തോമാസ് ശ്ലീഹായുടെ പാരമ്പര്യത്തെ ഉറപ്പോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. തോമാസ് ശ്ലീഹ വന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ആർക്ക് കഴിയും? പ്രത്യേകിച്ച് ഇവിടുത്തെ ഉറച്ച മാർത്തോമ പാരമ്പര്യവും മൈലാപ്പൂരിലെ തോമാസ് ശ്ലീഹായുടെ കബറിടവും വസ്തുതകളായിരിക്കും. ശ്ലീഹ വന്നതിന് തെളിവുകളില്ല എന്നേ ചരിത്ര പണ്ഡിതർക്ക് പരമാവധി പറയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധിച്ച തെളിവുകൾ ഇല്ലെന്ന് മാത്രമാണ് അർത്ഥം. അതിനപ്പുറം മാർത്തോമ ക്രൈസ്തവരുടെ ഉറച്ച വിശ്വാസത്തോടും പാരമ്പര്യത്തോടും തർക്കിക്കുന്നവർക്ക് എങ്ങോട്ട് വഴി കാട്ടണമെന്ന് ക്രൈസ്തവർക്ക് നിശ്ചയമുണ്ട്. ഇവിടുത്തെ തോമാചരിതം നിഷേധിക്കാൻ വേണ്ടി ആർക്കും ബോധ്യമുള്ള എത്രയോ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് അവർ തള്ളിപ്പറയുന്നത്, അല്ലെങ്കിൽ കണ്ണടച്ച് മറച്ചു പിടിക്കുന്നത്. പല സഭകളായി പിരിഞ്ഞെങ്കിലും മാർത്തോമ ക്രൈസ്തവരെന്ന വലിയ സമൂഹം സഹസ്രാബ്ദങ്ങളായി ഇവിടെയുണ്ട്. അതുതന്നെയാണ് തോമാ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ സാഹചര്യ തെളിവ്. അതുപോലെ തോമാസ് ശ്ലീഹായുടെ കബറിടം മൈലാപ്പൂരിലല്ലാതെ ലോകത്ത് മറ്റൊരിടത്തും ഇല്ല എന്നതും. ക്രിസ്തുയുഗത്തിന് മുമ്പ് തന്നെ ബാഹ്യലോകത്തിന് ഇന്ത്യയുമായി ഉണ്ടായിരുന്ന ബന്ധം ശ്ലീഹ ഇവിടെ വന്നു എന്ന വസ്തുതയെ പിന്താങ്ങുന്നുണ്ട്. കേരളത്തിലെ പഴയ തുറമുഖമായ മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ, അവിടേക്കുള്ള വിദേശ വ്യാപാര സംഘങ്ങളുടെ വരവ്, കേരളത്തിൽ നിന്ന് കുരുമുളക് വാങ്ങിയിരുന്ന വിദേശികൾ, ഇവിടുത്തെ പുരാതന യഹൂദ സമൂഹത്തിൻ്റെ സാന്നിധ്യം എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽപ്പെടും. ഇന്ത്യയുമായുള്ള വൈദേശിക ബന്ധത്തിൻ്റെ മുഖ്യ കവാടമായിരുന്നു മുസിരിസ് തുറമുഖം. BC 1-ാം നൂറ്റാണ്ടിലെ ഹിപ്പാലൂസ് എന്ന ഗ്രീക്ക് നാവികൻ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വാദത്തെക്കുറിച്ച് മനസ്സിലാക്കി. തുടർന്ന് ഇവിടേക്ക് ഇന്ത്യൻ സമുദ്രം കടന്നുള്ള എളുപ്പമാർഗം പാശ്ചാത്യർക്ക് പ്രാപ്യമായി. ഇതൊക്കെ തോമാസ് ശ്ലീഹ എത്തിയതിൻ്റെ തെളിവല്ല, എത്തുക സാധ്യമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ മാത്രം. വിചിത്രമെന്ന് പറയേണ്ടത്, യേശുക്രിസ്തു ഇന്ത്യയിൽ വന്ന് വേദം പഠിച്ചു എന്ന അബദ്ധപാഠത്തെ പിന്തുണയ്ക്കുന്ന ചിലർ തന്നെ ആദ്യ നൂറ്റാണ്ടിൽ തോമാസ് ശ്ലീഹ ഇവിടെ വരാൻ സാധ്യതയില്ല എന്ന വാദത്തെയും താങ്ങുന്നു എന്നതാണ്. ചെങ്കടൽ തീരത്തെ ഒരു തുറമുഖത്ത് നിന്ന് ശ്ലീഹ കപ്പലിൽ പുറപ്പെട്ടു എന്നാണ് അനുമാനം. പേർഷ്യയിലെ പാർഥിയ തുറമുഖം വഴി പാകിസ്ഥാനിലെത്തി. പഞ്ചാബ് തരണം ചെയ്ത് രാജസ്ഥാനി മാർഗം പിന്നിട്ട് സിന്ധു നദീമുഖവും കടന്ന് മുംബൈ തീരമേഖലയിലും അവിടെ നിന്ന് കൊടുങ്ങല്ലൂരുമെത്തി എന്നാണ് ശ്ലീഹായുടെ യാത്ര സംബന്ധിച്ച അനുമാനം. ഈ അനുമാനങ്ങൾക്കുപരി തോമായുടെ പേര് പറയുന്ന പരാമർശങ്ങൾ സഭാ ചരിത്രത്തിൽ നിരവധിയുണ്ട്. അവ പലതും റവറൻഡ് ഡോക്ടർ സേവ്യർ കൂടപ്പുഴയുടെ
സഭാചരിത്ര ഗ്രന്ഥങ്ങളിൽ സൂചിതമാണ്. 4ഉം 7ഉം നൂറ്റാണ്ടുകൾക്കിടെ ജീവിച്ചിരുന്ന വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ, വിശുദ്ധ എഫ്രൈം, വിശുദ്ധ അംബ്രോസ്, ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ ഇസിദോർ തുടങ്ങിയ സഭാപിതാക്കന്മാർ ഇത്തരത്തിൽ തോമാ ശ്ലീഹ ഭാരതത്തിൽ സുവിശേഷം അറിയിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളവരാണ്. വിശുദ്ധ ജെറോം പറഞ്ഞത് മിശിഹ എല്ലാ ദേശങ്ങളിലും വസിക്കുന്നു. തോമായോടുകൂടെ ഇന്ത്യയിലും, പത്രോസിനോടുകൂടെ റോമായിലും, പൗലോസിനോടുകൂടെ ഇല്ലിറിക്കുമിലും വസിക്കുന്നു എന്നാണ്. 3-ാം നൂറ്റാണ്ടിലെ അപ്പസ്തോലന്മാരുടെ പ്രബോധനമെന്ന സിറിയൻ ഗ്രന്ഥം ഇന്ത്യയിൽ യൂദാസ് തോമസ് സ്ഥാപിച്ച സഭയിലെ ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച കാര്യം പറയുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിലെ കനായിത്തൊമ്മന്റെയും കൂട്ടരുടെയും വരവിന് മുമ്പുള്ള കാര്യമാണിത്. 6-ാം നൂറ്റാണ്ടിൽ മൈലാപ്പൂരിലെത്തി തോമാ ശ്ലീഹായുടെ കബറിടം അണങ്ങിയ സിറിയൻ സന്യാസി തെയോദോറും അദ്ദേഹത്തിന്റെ വാക്കുകളെ ആസ്പദിച്ച് ടൂർസിലെ വിശുദ്ധ ഗ്രിഗറിയും തോമാ ശ്ലീഹായുടെ ഇന്ത്യയിലെ സാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. തോമാ ശ്ലീഹ കുന്തത്താൽ കുത്തപ്പെട്ട് ഇന്ത്യൻ പട്ടണമായ കലാമിനയിൽ വെച്ച് മരിച്ച് അവിടെ തന്നെ സംസ്കരിക്കപ്പെട്ടെന്ന് 7-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ ഇസിദോർ കുറിച്ചിട്ടുണ്ട്. ഇത്തരം തെളിവുകൾ തീരുന്നില്ല. 9-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിലെ സിറാഫ് നഗരത്തിൽ നിന്നുള്ള സുലൈമാൻ എന്ന മുസ്ലിം വ്യാപാരി മൈലാപ്പൂരിലെ തോമാ ശ്ലീഹായുടെ കബറിടം സന്ദർശിച്ചെന്നും അതിനെ ബത്തൂമ അഥവാ തോമായുടെ ഭവനമെന്ന് വിളിച്ചെന്നും ചെയ്തതായി രേഖയുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ മാർക്കോ പോളോയും മൈലാപ്പൂർ സന്ദർശിച്ചതായി ചരിത്രം പറയുന്നു. പിന്നീടാണ് പോർച്ചുഗീസുകാർ എത്തിയത്. ഏറ്റവും ഒടുവിലായി 1945-ൽ മൈലാപ്പൂരിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ പോണ്ടിച്ചേരിയിലെ അരീക്കമേട്ടിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ തെളിവ് 1ഉം 2ഉം നൂറ്റാണ്ടുകളിലായി പണിത റോമൻ കച്ചവട കേന്ദ്രത്തിലെ ഇഷ്ടികകൾ. അവിടെ 1-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച തരം ഇഷ്ടികകളാണ് മൈലാപ്പൂരിൽ കബറിടത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് കണ്ടെത്തൽ. എന്നുവെച്ചാൽ കബറിടം പണിതതും 1-ാം നൂറ്റാണ്ടിലെന്ന്. തോമാ ശ്ലീഹ കേരളത്തിലോ തമിഴകത്തോ വന്ന് എന്ന് സമ്മതിക്കാൻ തയ്യാറാകാത്തവർ ഇത്തരം തെളിവുകളൊന്നും അംഗീകരിക്കില്ല. അത് അവരുടെ കാര്യം. അവരിൽ പലരുടെയും പ്രശ്നം മാർത്തോമാ ക്രൈസ്തവർ ബ്രാഹ്മണ പാരമ്പര്യം അവകാശപ്പെടുന്നതിലെ അസ്വീകാര്യതയാണ്. അതിൻ്റെ പ്രേരണ എന്തുമാകട്ടെ, ജാതി മേൽക്കോയ്മയുടെ ഭാവം ക്രൈസ്തവികമല്ലല്ലോ. പൂർവികർ ബ്രാഹ്മണരാണോ എന്നത് യഥാർത്ഥ ക്രൈസ്തവ അഭിമാനത്തിൻ്റെ അടിസ്ഥാനമല്ല. അപ്പസ്തോലിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചവരുടെ പിൻഗാമികൾ എന്നതിലാണ് അഭിമാനമെങ്കിൽ സജീവ ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്നവർക്ക് അത് യോഗ്യമാണ്. അപ്പോഴും ആവർത്തിച്ചു പറയണം, തിരുവചനത്തോടും സഭാ ജീവിതത്തോടുമുള്ള വിശ്വസ്തതയാണ് അഭിമാനത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമാണ് ക്രൈസ്തവർ അഭിമാനം കാണുക. അതിലൂടെ കൈവരിക്കുന്ന രക്ഷയാണ് അഭിമാനത്തിൻ്റെ ആധാരം. അതുണ്ടെങ്കിൽ തോമാ ചരിതം നിഷേധിക്കുന്ന ആരെയും മാർത്തോമാ ക്രൈസ്തവർ ഗൗനിക്കേണ്ടതില്ല. അതേസമയം അഭിമാനത്തിൻ്റെ ഈ വക നേടാത്തവർക്ക് ജാതി മേൽക്കോയ്മ മൂഢമായ ദുരഭിമാനത്തിൻ്റെ വകയായി തോന്നുകയും ചെയ്യും. കേരളം മുഴുവൻ അറിയട്ടെ ഈ കഥ. ആ പിതാവ് ഞാനാണ് എന്ന കെവിൻ പീറ്ററുടെ വാക്കുകൾ ഈ നാട്ടിലെ ക്രൈസ്തവരുടെ മുഴുവൻ നെഞ്ചു പൊള്ളിക്കും, ഹൃദയങ്ങളെ തരിപ്പിക്കും. തങ്ങളുടെ പെൺമക്കളെ നശിപ്പിക്കുന്ന ദുഷ്ടതയെക്കുറിച്ചുള്ള ക്രൈസ്തവരുടെ ജാഗ്രതയും കരുതലും നാട്ടിലെ രാഷ്ട്രീയ നാടകങ്ങളുടെ ബഹളത്തിൽ തണുത്തു പോകേണ്ടതല്ല. അതിന് കെവിൻ പീറ്ററുടെ വെളിപ്പെടുത്തൽ ഊർജമായി മാറണം. എന്തുകൊണ്ടാണ് ക്രിസംഗി എന്ന ദുരാക്ഷേപം കേട്ടിട്ടും വർഗീയവാദി എന്ന പരിഹാസം അവഗണിച്ചും കെവിൻ പീറ്റർ ഇത്ര ഊറ്റത്തോടെ ഇസ്ലാമിസ്റ്റ് മതവാദികൾക്കെതിരെ പൊരുതുന്നത്? എന്തുകൊണ്ടാണ് കാസ എന്ന ക്രൈസ്തവ സംഘടനയുടെ അമരക്കാരനായ ഈ മനുഷ്യൻ ലവ് ജിഹാദികൾക്കും നാർക്കോ ജിഹാദികൾക്കുമെതിരെ ഒത്തുതീർപ്പില്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടെന്ന് ഓരോ ക്രൈസ്തവ കുടുംബവും മനസ്സിലാക്കണം. അദ്ദേഹം തന്നെ തുറന്നു പറയുന്നത് വരെ മറ്റാർക്കും പറയാൻ പറ്റുമായിരുന്നില്ലാത്ത ആ കാരണം ക്രൈസ്തവർ അറിയണം. പെൺകുട്ടികളെ വഞ്ചനയിൽ കൊടുക്കാൻ പ്രണയച്ചൂണ്ട എറിയുന്നവരെയും അതിന് ഇസ്ലാമിസ്റ്റ് മതവാദികൾ നൽകുന്ന പിന്തുണയും മറ്റാരേക്കാളും അധികമായി അദ്ദേഹം മനസ്സിലാക്കി. അവ ക്രൈസ്തവ കുടുംബങ്ങളെ തകർക്കുന്നത് മറ്റ് പലരെക്കാളും മുമ്പേ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. വോട്ട് ബാങ്കിൽ മാത്രം കണ്ണുള്ള രാഷ്ട്രീയ നേതാക്കൾ ലവ് ജിഹാദികളുടെ ഒപ്പമേ നിൽക്കൂ. നിസ്സഹായരായ മാതാപിതാക്കളെ
അവർ ഗൗനിക്കുക പോലുമില്ല എന്നുള്ള പച്ച പരമാർത്ഥം സ്വന്തം അനുഭവത്തിലൂടെ കെവിൻ പീറ്റർ മനസ്സിലാക്കി. ഈ ദുഷ്ടതയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ആത്മാർത്ഥതയുള്ളവരാണ് ബഹുഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരുമെന്ന് അദ്ദേഹം കണ്ടു. പക്ഷേ മതവാദികളുടെയും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും മുമ്പിൽ അവർ നിസ്സഹായരാകുന്നത് കെവിൻ പീറ്റർക്ക് വേദനാപൂർണമായി ബോധ്യപ്പെട്ടു. ഈ പറഞ്ഞത് അത്രയും കെവിൻ പീറ്റർ തിരിച്ചറിഞ്ഞ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെയും ഒരിക്കലും മറന്നു കളയാത്ത വിധം ക്രൈസ്തവർ ഗ്രഹിക്കേണ്ട പാഠമാണ്. ആളെ കൊല്ലുന്നവരോട് പോലും ക്രൈസ്തവർക്ക് വ്യക്തിപരമായി ക്ഷമിക്കാം. പക്ഷേ ആത്മാക്കളെ നശിപ്പിക്കുന്ന ദുഷ്ടതയോടും ദുഷ്ടരോടും രഞ്ജിപ്പോ സഹിഷ്ണുതയോ ഒരു കാരണവശാലും പാടില്ല. കെവിൻ പീറ്റർ ഒരു യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചത് മറ്റാരുടെയും അനുഭവമല്ല, വായിച്ചറിഞ്ഞതോ കേട്ട് ഗ്രഹിച്ചതോ അല്ല. സ്വന്തം കുടുംബത്തിൽ സംഭവിച്ച നീക്കുപോക്കില്ലാത്ത ദുരന്തത്തിൻ്റെയും ദുഷ്ടതയുടെയും അനുഭവമാണ്. സ്വന്തം മകളെ മത തീവ്രവാദികൾ ഏറെയുള്ള സമുദായത്തിലെ വേലയും കൂലിയുമില്ലാത്ത ചെറുപ്പക്കാരൻ സ്നേഹം നടിച്ച് കെണിയിലാക്കി റാഞ്ചിക്കൊണ്ടുപോയ മറക്കാനാകാത്ത ക്ഷമിക്കാനാകാത്ത സംഭവം. വീട്ടിൽ മറ്റാരുമില്ലാത്ത നേരത്ത് സ്നേഹനാട്യത്തിന്റെ പേരിൽ അതിഥിയായി എത്തി പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി അതിന്റെ വീഡിയോ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി അവളെ നിശബ്ദയാക്കി വശീകരിച്ചു. തൻ്റെ ആത്മാവിനെ കൂടി ദുഷിപ്പിച്ചവനായിട്ടും ഒപ്പം പോകുമെന്ന് 18 വയസ്സ് തികഞ്ഞതിൻ്റെ ബലത്തിൽ കോടതിക്ക് മുമ്പിൽ പറയിച്ചത് ദുഷ്ട കൗശലം മാത്രമോ? അങ്ങനെയും കരുതിയാൽ ഭോഷത്വം. നിശ്ചയമായും അതിനു പിന്നിൽ പൈശാചിക ശക്തിയുടെ പിന്തുണ ഉണ്ടാകാതെ വയ്യ. ഇത്തരമൊരു ദുരന്താനുഭവത്തിൻ്റെ തീച്ചൂളയാണ് കെവിൻ പീറ്ററുടെ നെഞ്ചിൽ അന്നു മുതൽ എരിഞ്ഞത്. അതിൻ്റെ ജ്വാലയാണ് ഇസ്ലാമിസ്റ്റ് മതവാദികളുടെ പിന്തുണയുള്ള പ്രണയ ദുഷ്ടത യാഥാർത്ഥ്യമെന്നും അതെത്ര ഭീകരമെന്നും അദ്ദേഹത്തിന് ബോധ്യമാക്കി കൊടുത്തത്. ആത്മാർത്ഥതയോടെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കോ സഹാനുഭൂതിയുള്ള കോടതിക്കോ രക്ഷിക്കാൻ കഴിയാത്ത വിധം പെൺകുട്ടിയെ വശീകൃതയാക്കിയ ദുഷ്ടത അദ്ദേഹത്തിലെ ഹതഭാഗ്യനായ പിതാവ് കണ്ടറിഞ്ഞു നിസ്സഹായതയോടെ. ആ ജ്വാലയിൽ സ്വയം എരിഞ്ഞു നിൽക്കുമ്പോഴാണ് പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഭീഷണമെന്ന് പറയേണ്ടുന്ന മറ്റ് യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ബോധ്യപ്പെട്ടത്. ഒന്ന്, ഇത്തരം ദുഷ്ടകൃത്യങ്ങൾക്ക് മുതിരുന്ന നീച യുവാക്കൾക്ക് സമുദായത്തിലെ നിരവധി പേരുടെ പിന്തുണയുണ്ടെന്ന്. രണ്ട്, ക്രൈസ്തവ പെൺകുട്ടികളെ ചതിയിൽ വീഴ്ത്തിക്കൊടുക്കാൻ ദുഷ്ടപ്രണയിയുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ചില പെൺകുട്ടികൾ ഇടനിലക്കാരായി വലയൊരുക്കുന്ന പെൺചിലന്തികളായി പ്രവർത്തിക്കുമെന്ന്. മകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ സമുദായക്കാരുടെ പോലും സഹായമില്ലാതെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തിയപ്പോഴും അദ്ദേഹം കണ്ടു തൻ്റെ മകളെ ചൂണ്ടയിൽ കോർത്തവനെ സഹായിക്കാൻ അവൻ്റെ സമുദായക്കാരുടെ കൂട്ടം. ഉദ്യോഗസ്ഥരെ കോടതിയെപ്പോലും ഭയപ്പെടുത്താൻ പോന്ന വിധം സജ്ജരായി വന്നവരുടെ വാഹനനിരയും ഭാവവും. അവരെയും ചെറുക്കാൻ പോന്ന പിതൃഹൃദയം ഉണ്ടായാലും എല്ലാം തള്ളിപ്പറഞ്ഞ പുത്രി മനസ്സിന് മുമ്പിൽ ആ പിതൃഹൃദയം നിസ്സഹായമായി പോയ അവസരം. കത്തിക്കാളുന്ന നെഞ്ചകത്തോടെ കെവിൻ പീറ്ററിലെ പിതാവിന് ഉൾക്കൊള്ളേണ്ടി വന്നത് ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു കപട വാക്കുകൊണ്ടും മായ്ക്കാൻ കഴിയാത്ത ഈ ബോധ്യങ്ങൾ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവിനോ ഭംഗി വാക്കുകൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം. മകളുടെ ആത്മാർത്ഥ മിത്രമായി വീട്ടിൽ സ്ഥാനം നേടിയെടുത്ത ഒരു പെൺകുട്ടി തന്നെ അവളുടെ മതക്കാരനായ ചതിയന് വേണ്ടി കുടുംബത്തെ ഒറ്റിക്കൊടുക്കുക. ഇത്തരമൊരു വഞ്ചന ആ മാതാപിതാക്കൾക്ക് എത്രമാത്രം ഹൃദയഭേദകമാണെന്ന് ഊഹിക്കാൻ പോലും പ്രയാസം. ആ നിസ്സഹായത പിതൃഹൃദയത്തിൽ നിറച്ച രോക്ഷവും നിരാശയുമാണ് ഇന്ന് ഇത്തരം ചതിയന്മാർക്കും പെൺചിലന്തികൾക്കുമെതിരെ ഒത്തുതീർപ്പില്ലാതെ പൊരുതുന്ന വീറായി മാറിയത്. സ്വന്തം നിലയും വീടിനെയും കുറിച്ച് കള്ളം വിശ്വസിപ്പിച്ചും ഒരുപക്ഷെ ക്ഷുദ്രമാർഗങ്ങൾ അവലംബിച്ചു പോലും പെൺകുട്ടികളെ ക്രൂരമായി ചതിയിൽപ്പെടുത്താനും അതിൻ്റെ ചിത്രം കാട്ടി ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്താനും ഈ ഗണത്തിൽപ്പെട്ട ദുഷ്ടന്മാർക്കല്ലാതെ ഇത്ര വൈഭവമില്ല. തങ്ങളുടെ മതസമുദായങ്ങളെ വിമർശിക്കുന്ന സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ക്രിമിനലുകളെയും വേറെ ഏത് ഗണത്തിലാണ് സമൂഹം കണ്ടിട്ടുള്ളത്? തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിനെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒറ്റിക്കൊടുത്തത് 2 വിദ്യാർത്ഥിനികളാണെന്ന ആക്ഷേപം ഗ്രഹിച്ചിട്ടുള്ളവർക്ക് മതത്തിലെ ചില പെൺകുട്ടികൾ എത്രമാത്രം വിഷവാഹികളാണെന്ന് ബോധ്യപ്പെടാൻ ഒരു തടസ്സവുമില്ല. മകളെ ഹൃദയഭേദകമായി നഷ്ടപ്പെട്ടിട്ടും ആ ദുഃഖത്തിൽ സ്വയം ഇല്ലാതെയാകാൻ വിട്ടുകൊടുക്കാതെ മറ്റനേകം പെൺകുട്ടികളെ രക്ഷിക്കാനായി പൊരുതുന്ന
പിതാവിന് ക്രൈസ്തവ സമൂഹം വേണ്ടത്ര ചെവി കൊള്ളുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇത് തൻ്റെ മാത്രം ദുഃഖമല്ലെന്ന ബോധ്യത്തിൽ കെവിൻ പീറ്ററും അതേ അനുഭവമുള്ള നിരവധി സഹപ്രവർത്തകരും ചേർന്ന് തകർത്തത് നൂറുകണക്കിന് ചതിയന്മാരുടെ ദുഷ്ടശ്രമങ്ങളാണ് എന്നത് ആശ്വാസകരമായ അറിവാണ്. രക്ഷിച്ചെടുത്ത പെൺകുട്ടികളിൽ 3/4 പങ്കും രക്ഷ ആഗ്രഹിച്ചിരുന്നവർ. ബാക്കിയുള്ളവരാകട്ടെ അതിനു പോലും കഴിയാത്ത വിധം ദുഷ്ട വശ്യതയ്ക്ക് ഇരകളായി. ഈ ചതിയന്മാർക്ക് സമുദായത്തിൽ എത്ര പേരുടെ പിന്തുണയുണ്ടെന്ന് അറിയാൻ വേറെ ഗവേഷണമൊന്നും വേണ്ട. പോലീസ് സ്റ്റേഷനുകളിലും കോടതിപ്പടിക്കലുമെന്നല്ല, കൂട്ടിമുട്ടിക്കലിന്റെ ഏതെടുത്തും വാഹനങ്ങളിൽ അവരെ അനുഗമിച്ച് സമൂഹത്തെയും ഉദ്യോഗസ്ഥരെയും ഭയപ്പെടുത്താൻ ഭാവിക്കുന്ന കൂട്ടത്തെ കണ്ടാൽ മതി. കെവിന്റെ വാക്കുകൾ ഈ യാഥാർത്ഥ്യം ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കുന്നു. മതമൈത്രിയും സമുദായ സൗഹാർദ്ദവും വേണ്ടത് തന്നെ. പക്ഷേ തങ്ങളുടെ പെൺമക്കളെ വേട്ടയാടാൻ നടക്കുന്ന ചതിയന്മാരെ പൊതിഞ്ഞു പിടിക്കുന്ന മത നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും വിശ്വസിക്കുന്ന വിഡ്ഢികളാകരുത് ക്രൈസ്തവർ. ക്രൈസ്തവർ മാത്രമല്ല, ദ്രോഹിക്കപ്പെടുന്ന ഇതര മതസമൂഹങ്ങളിലെ മാതാപിതാക്കൾ ആരും. നാട്ടിലെ രാഷ്ട്രീയ വിവാദങ്ങളുടെ ഉദയാസ്തമനങ്ങൾക്കൊപ്പം മറന്നു കളയേണ്ട കാര്യമല്ലിത്. ചില നേതാക്കൾ മാത്രം പറയുന്ന മതമൈത്രിയുടെ മധുരം നുണഞ്ഞ് എക്കാലവും സുഖമായി കഴിഞ്ഞുകൂടാമെന്നും ക്രൈസ്തവർ വ്യാമോഹിക്കരുത്. കെവിൻ പീറ്ററുടെ വെളിപ്പെടുത്തലെങ്കിലും എല്ലാവരുടെയും കണ്ണും കാതും തുറപ്പിക്കട്ടെ. സുപ്രീം കോടതിയുടെ വാക്കുകൾ ആശങ്ക തോന്നിക്കുന്നു. പ്രത്യക്ഷത്തിൽ നുപൂർ ശർമ്മയ്ക്കെതിരാണ് പരാമർശങ്ങൾ. പക്ഷേ അവ ധ്വനിപ്പിക്കുന്നത് മതവാദികളുടെ മാരക പ്രതികരണത്തിന്റെ ഭയാനകത. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കനത്ത പ്രതികരണങ്ങളുടെ ഉത്തരവാദി നുപൂർ ശർമ്മയുടെ പ്രസ്താവനയെന്ന് പരമോന്നത കോടതി പഴിക്കുമ്പോഴും ഒരു സംശയം, അത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ചിലരുടെ അറിവോടെ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമല്ലേ? ഒരു TV ചർച്ചയിൽ ചോദ്യത്തിന് മറുപടിയായി നുപൂർ പറഞ്ഞ കാര്യങ്ങൾ നബിനിന്ദയായി വ്യാഖ്യാനിക്കാമോ എന്നത് മുസ്ലിം സമൂഹത്തിന്റെ വിവേചനത്തിനുള്ള കാര്യം. അന്തിമമായ തീരുമാനം നീതിപീഠം പറയേണ്ടതും. പക്ഷേ ആ വിവേചന പ്രക്രിയ നിർവഹിക്കുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയ്ക്ക് പകരം മതവാദ പ്രവണതയുള്ളവർ മാത്രമായാൽ എന്താകും ഫലം? അവരുടെ വിലയിരുത്തൽ ഏറ്റുപിടിച്ച് മതവെറിയന്മാർ അരും കൊലക്കിറങ്ങിയാൽ ആരാണ് ഉത്തരവാദി? നുപൂർ ശർമ്മയുടെ വാക്കുകളെ ഫേസ്ബുക്കിൽ പിന്തുണച്ചതിന്റെ പേരിൽ മാത്രം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു തയ്യൽക്കടക്കാരനെ 2 തീവ്രവാദ മനസ്കർ കഴുത്തറുത്ത് കൊന്നു. അതിനെ എങ്ങനെയാണ് മതപ്രകോപനം മാത്രമായി കാണുക? അത് കറ തീർന്ന മതഭീകരത എന്നല്ലാതെ പ്രകോപനത്തിന്റെ ഫലമെന്ന് വിശ്വസിക്കാൻ സാധാരണ ജനാധിപത്യ വിശ്വാസിക്ക് കഴിയില്ല. മുൻകൂർ ഇടപാടുകളോ പരസ്പര വിദ്വേഷമോ ഇല്ലാത്ത വ്യക്തിയോടാണ് ആസൂത്രിത തീരുമാനത്തോടെ കൽപ്പിച്ച മനസ്സോടെ കടന്നു ചെന്ന 2 പേർ ആ ക്രൂരകൃത്യം ചെയ്തത്. ആ രാക്ഷസീയത പരസ്യപ്പെടുത്താനുള്ള മനോനില പ്രകോപിതരുടെ അവസ്ഥയല്ല, തങ്ങളെ വിമർശിച്ചാൽ ഇതാകും ഫലമെന്ന് ഭയപ്പെടുത്താനുള്ള നീക്കം. മതരാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചതിന്റെ ഫലം, അല്ലെങ്കിൽ ഇത് തങ്ങളുടെ കടമയും മോക്ഷപ്രാപ്തിക്കുള്ള വഴിയുമെന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഇതിലേതായാലും ആ ഭീകരരെ അങ്ങനെ പരിശീലിപ്പിച്ചവർ തന്നെയാണ് ഉത്തരവാദികൾ. സാന്ദർഭികമായ പരാമർശം നടത്തുന്നവരെയല്ല, ഇത്തരത്തിൽ മത അനുയായികളെ പരിശീലിപ്പിക്കുന്നവരെ തന്നെയാണ് കുറ്റം വിധിക്കേണ്ടത്. ഉദയ്പൂരിലെ നിഷ്ഠൂര കൊലപാതകം നീചവും മതവിരുദ്ധവും നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതുമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യമായി തള്ളിപ്പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ നിശ്ചയമായും രാജ്യത്തിന് അങ്ങേയറ്റം ആവശ്യമുള്ളത് തന്നെ. ഒരുപക്ഷെ മതഭീകരവാദികൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുമെന്ന ആശങ്ക പിടികൂടുന്നതിന് മുമ്പുള്ള കാലത്തെ മുസ്ലിം ലീഗിന്റെ മുഖം ഈ വാക്കുകളിൽ കാണാം. അത് എപ്പോഴും അങ്ങനെയായിരുന്നെങ്കിലെന്ന് കേരള സമൂഹം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമാണ് ഉദയ്പൂരിലെ ഭീകരപാതകത്തെ തഞ്ചത്തിൽ മൂടിപ്പിടിക്കാൻ KT ജലീൽ നടത്തിയ ഫേസ്ബുക്ക് ശ്രമം. ആ പാതകത്തെ സംശയരഹിതമായി സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ തള്ളിപ്പറയുന്നതിന് പകരം അത് എതിർകക്ഷികൾ ആരോ ചെയ്യിപ്പിച്ചതാണെന്ന് ധ്വനിപ്പിക്കുന്ന കൗശലം. ഹീനപ്രവൃത്തി നടത്തിയവരുടെ മട്ടും ഭാവവും വീഡിയോ ചിത്രീകരണവും ഒക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ദുരൂഹത മണക്കുന്നുണ്ടത്രേ. ശ്രീമാൻ KT ജലീലിനോട് ഒരു അഭ്യർത്ഥന, ഒരു ദുരൂഹതയും മണക്കാൻ താങ്കൾ പ്രയാസപ്പെടേണ്ട. ആ ഹീനപ്രവൃത്തി നടത്തിയവരുടെ മട്ടും ഭാവവും രൂപവുമെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ട് പരിചയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ, അഫ്ഗാനിസ്ഥാനിലെ, സിറിയയിലെ
മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെയൊക്കെ നിഷ്ഠൂര ഇസ്ലാമിക ഭീകരരുടെ TV ചിത്രങ്ങളിൽ ആ രൂപവും ഭാവവും കണ്ടാൽ ഏതുറക്കത്തിൽ പോലും ഇവിടുത്തെ ഏത് കുട്ടിയും താങ്കളോട് പറയും അവർ ആരാണെന്ന്. എന്നിട്ടും അതിനെ മറ്റാരുടെയോ പ്രവൃത്തി എന്ന് വരുത്താൻ ഒരു പാഴ്ശ്രമം താങ്കളുടെ വക. അത് വിജയിക്കുമോ എന്നല്ല ആശങ്ക. ഇത്രയായിട്ടും താങ്കൾ പച്ചയായ ആ മതവെറിയെ, മതഭീകരതയെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നല്ലോ എന്നതിൽ മാത്രം. കാണാത്തതും കേൾക്കാത്തതും ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.